നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുന്ന വാഹനം അപകടത്തിൽപ്പെടുന്നത് ഒരു തുടർക്കഥയാവുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരം MC റോഡിൽ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം വീണ്ടും അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. വെഞ്ഞാറമൂട് പള്ളിക്കലിൽ വെച്ചാണ് കമാൻഡോ വാഹനത്തിന് പിന്നിൽ ലോക്കൽ പോലീസിന്റെ ജീപ്പ് ഇടിച്ചാണ് അപകടമുണ്ടായത്. അതായത് മുഖ്യമന്ത്രിക്ക് എസ്കോർട്ട് പോയിട്ടുള്ള വാഹനങ്ങൾ തന്നെയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിരിക്കുന്നത്, അല്ലാതെ മറ്റുള്ള സ്വകാര്യ വാഹനങ്ങളിലല്ല ഇടിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. കടക്കൽ കോട്ടപ്പുറത്തുള്ള പരിപാടി കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി തിരിച്ചു വരുന്നതിനിടെയാണ് അപകടമുണ്ടായിരിക്കുന്നത്. കമാൻഡോ വാഹനത്തിന് അകമ്പടി പോവുകയായിരുന്ന പള്ളിക്കൽ പോലീസ് സ്റ്റേഷന്റെ ജീപ്പാണ് പിന്നിലിടിച്ചത്. മുന്നിലെ വാഹനങ്ങൾ പെട്ടെന്ന് നിർത്തിയപ്പോഴാണ് അപകടമുണ്ടായത്. വാഹനത്തിന് പിന്നിൽ ചെറിയ തകരാറുണ്ട് എന്നതൊഴിച്ചാൽ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ യാത്ര തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെയായിരുന്നു ഒക്ടോബറിലും റോഡ് മുറിച്ചു കടക്കുന്ന സ്കൂട്ടർ യാത്രക്കാരിയെ രക്ഷിക്കാനായി ബ്രേക്ക് ഇട്ടപ്പോഴും മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അപകടത്തിൽപ്പെട്ടതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അന്ന് വാമനപുരത്ത് വെച്ചിട്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം, എസ്കോർട്ട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സഞ്ചരിച്ച വാഹനവും എസ്കോർട്ട് വാഹനങ്ങളും ആംബുലൻസ് അടക്കം 5 വാഹനങ്ങളാണ് അപകടത്തിൽ അന്ന് പെട്ടത്. അത് തുടരെ മറ്റൊരു വാഹനത്തിന്റെ പുറകിലായിട്ട് ഇങ്ങനെ ഇടിക്കുകയായിരുന്നു. പക്ഷേ അന്നും ആർക്കും പരിക്കുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വാഹനയാത്രക്കാരിയെ കുറിച്ച് കൂടുതൽ അന്വേഷണം വേണ്ടെന്ന നിലപാടിലായിരുന്നു അന്നും പോലീസ് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുടെ വാഹനം പോകുന്ന സമയത്തൊക്കെ നമുക്കറിയാം, ഒരുപാട് വാഹനങ്ങളിലാണ് ഇരുവശത്തായിട്ട് പിടിച്ചിടുന്നത്. റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ വാഹനവും മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. ആ സമയത്ത് ഇപ്പോൾ എത്ര തിരക്ക് പിടിച്ചിട്ട് പോകുന്ന വണ്ടികളാണെങ്കിലും അവിടെ പിടിച്ചിടുകയും യാത്രക്കാരെ എല്ലാം തന്നെ വഴിയിൽ തടഞ്ഞിട്ടതിന് ശേഷമാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം ഏത് മേഖലയിലൂടെയാണോ കടന്നു പോകുന്നത് ആ മേഖലയിലൂടെ കടന്നു പോവുക. ഇതിനെതിരെ വലിയ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ പലപ്പോഴും ഉയർന്നിട്ടുണ്ട്. കാരണം സാധാരണക്കാരെ പോലെ തന്നെയല്ലേ, പിന്നെ എന്തിനാണ് മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ യാത്ര എന്ന തരത്തിൽ നിരവധി കമന്റുകളും വിമർശനങ്ങളുമാണ് എപ്പോഴും ഉയർന്നു കേൾക്കാറുള്ളത്. അതും 1-2 വാഹനങ്ങളല്ല, മുഖ്യമന്ത്രിക്ക് അകമ്പടി പോകുന്ന വാഹന വ്യൂഹം ഒരുപാടുണ്ട്. ഇത് ആ ഒരു കുറച്ച് സമയത്തേക്കാണെങ്കിലും മറ്റുള്ളവർക്കും അവരുടെ സമയത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം എപ്പോഴും കടന്നു പോകാറുള്ളത്. കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഈ ഒരു അപകടത്തിൽ കേസില്ലാത്തതിനാൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തുകയോ അന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവരുടെ ഭാഗത്ത് മനഃപൂർവ്വമായ തെറ്റുണ്ടായിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. അന്ന് അതിന്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ യാത്രക്കാരിയുടെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള തെറ്റുകളും പറ്റിയിട്ടില്ല എന്ന CCTV ദൃശ്യങ്ങൾ നമുക്ക് കാണുമ്പോഴും മനസ്സിലാകും. അതിനാൽ തന്നെ അന്ന് വാഹനയാത്രക്കാരിയെ വിളിച്ചു വരുത്തി കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന അധികൃതരുടെ നിർദ്ദേശം അതുപോലെ പാലിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അപകടത്തിൽപ്പെട്ട സംഭവത്തിൽ കേസും കൂടുതൽ അന്വേഷണവും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇത്തവണയും മുഖ്യമന്ത്രിയുടെ എസ്കോർട്ട് വാഹനങ്ങളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതും കൂടുതൽ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് കരുതി കേസും കൂടുതൽ അന്വേഷണം ഒന്നും തന്നെ വരാനായിട്ട് പോകുന്നില്ല. മാത്രമല്ല, അപകടത്തിൽ ആർക്കും പരിക്കില്ലാത്തതിനാലും വാഹനങ്ങൾക്ക് കാര്യമായ കേടുപാടില്ലാത്തതിനാലും കേസ് വേണ്ടെന്ന നിലപാടിലാണ് പോലീസ്. ഏതായാലും എന്താണ് സംഭവിച്ചതെന്നറിയാം. പ്രാഥമിക അന്വേഷണത്തിനായിട്ട് ഒരുപക്ഷെ ഉത്തരവിടാനുള്ള അല്ലെങ്കിൽ ഒരു അന്വേഷണം നടത്താനുള്ള സാധ്യത. എന്നിരുന്നാലും അപകടമുണ്ടായതിനു ശേഷം മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള വലിയ വാഹന വ്യൂഹമായിട്ട് എപ്പോഴും യാത്ര പോകുന്നതിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഈ ഒരു അപകടങ്ങൾ ഒരു പരമ്പര തന്നെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് വ്യത്യാസത്തിലാണ് ഒരുപാട് തവണയാണ് മുഖ്യമന്ത്രിയുടെ വാഹനം ഇത്തരത്തിൽ അപകടത്തിൽപ്പെടുന്നത്, അല്ലെങ്കിൽ എസ്കോർട്ട് വാഹനങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിട്ടുള്ള വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത്.